ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു റെസിപ്പിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസിന് ഉണ്ടാക്കുന്നത് ശരിക്കും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പോലെയല്ല. ഫ്രഞ്ച് ഫ്രൈസിന് പുറത്ത് കോട്ടിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇതിന് നമ്മൾ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ശരിക്കും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. മെയിനായിട്ട് 3 കൂട്ടം സാധനങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. മൈദപ്പൊടിയും വേണം, മുട്ടയും വേണം, ഉരുളക്കിഴങ്ങും വേണം. അതേപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു സാധനങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ഇതിനകത്ത് ടിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചീസ് വെച്ചിട്ടുള്ള ഒരു സോസ്. അത് രണ്ടും കൂടിയിട്ടാണ് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും. നല്ല ആ സോസ് ആയിരുന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിരുന്നു. അത് ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അത് ഗോതമ്പ് പൊടിയും പിന്നെ മുട്ടയും പിന്നെ പഴമൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു പലഹാരം. അതായിരുന്നാലും ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. അത് ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. ശരിക്കും അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടുന്നില്ല. ഒരു 10 മിനിറ്റിനുള്ള പലഹാരം നിങ്ങൾക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വേണ്ടിയിട്ട് കണ്ടു നോക്കാം. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അത് ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതായിരുന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമുക്കൊട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്താ ഇതേപോലത്തെ വലിയ ടൈപ്പ് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടെടുക്കാം. അതേപോലെ പീലർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീലർ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെയ്യുക. പക്ഷേ ഇത് പീൽ ചെയ്തിട്ട് എടുക്കുന്നതാണ് എപ്പോഴും എളുപ്പം. നിങ്ങൾക്ക് അറിയായിരിക്കും. പീലർ വെച്ച് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പീലർ വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. മാങ്ങയുടെ തൊണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട്, അതേപോലെ നല്ല നമ്മൾ പപ്പായൊക്കെ ചെത്തില്ലേ, പപ്പായൊക്കെ ചെത്താൻ വേണ്ടിയിട്ട് എടുക്കുക. ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൊണ്ടെന്നുള്ള തൊലി എന്നാണ് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് നല്ല സാധനം പീലറാണ്. ചില പറയാറുണ്ട് പീലർ വെച്ചിട്ട് ചെയ്യുന്നത് ഇഷ്ടമില്ല, കത്തി വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പീലർ വെച്ചിട്ട് ചെയ്ത് നോക്കണം. അത് ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ആദ്യം ചെയ്യുമ്പോഴും മിക്കവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവും. കാരണം ഭയങ്കര സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്ത് കണ്ടെടുക്കാം. അപ്പോൾ ഇത് മാറ്റിയെടുക്കട്ടെ കേട്ടോ. ഇത് നോക്കിക്കേ, ഒരു ഇച്ചിരി ഈ തൊണ്ടയ്ക്ക് അതിന് ഇരുന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മളിങ്ങനെ നന്നായിട്ട് കഴുകിയിട്ടെടുക്കുമല്ലോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഒന്ന് കഴുകിയെടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനെ നമ്മൾ കട്ട് ചെയ്യില്ലേ, നീളത്തിൽ കുറച്ച് കനത്തിൽ, അതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിനെ ആദ്യം നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. കുറച്ച് കനം വേണം കേട്ടോ. ഇത് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടം. എനിക്ക് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് സാധാരണ ഒന്നും കട്ട് ചെയ്യുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ നമ്മളെല്ലാവരും അതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ കഴുകി കൊണ്ടിടാം. ഞാനൊരു 5 പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കഴുകി ആ വെള്ളം കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒരു 5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. ഫസ്റ്റ് നമ്മൾ കഴുകുമ്പോൾ ഈ വെള്ളം നോക്കി ഒട്ടും ക്ലിയർ ആയിരിക്കില്ല. നമ്മുടെ എന്താ പറയുക കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ പോലെ ഇരിക്കും. അത് നമ്മൾ ഒരു 5 പ്രാവശ്യം നമ്മൾ കഴുകി എടുത്ത് കഴിയുമ്പോൾ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് വരും. അങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് വരുന്നവരെ നിങ്ങൾ കഴുകുക. വെള്ളത്തിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം വെള്ളം കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 5 അല്ലെങ്കിൽ ഒരു 6 പ്രാവശ്യം ഈ വെള്ളം ഒന്ന് ക്ലിയർ ആയിട്ട് വരണവരെ.
അപ്പോൾ ഞാനിവിടെ ഒരു 5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വന്നിരിക്കണുണ്ട്. ഇതേപോലെ ഇങ്ങനെ വരണം കേട്ടോ. പിന്നെ നിങ്ങളെന്നെ ഇതാ ഒരു കൂട്ടം കാണിച്ചത് ഇവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ടപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പൂവ്. ഇത് നല്ല ഭംഗിയുള്ള റോസാപ്പൂവാട്ടോ. ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയായിരുന്നു. അതിൻ്റെ ഫ്ലവർ നല്ല മണമുണ്ട് പൂവിന്. 3 കളറുണ്ട്, മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, വെള്ളയുണ്ട്. നല്ല ഭംഗിയുള്ള പൂവാണ്. നമ്മുടെ പൂവാട് ഇരിക്കട്ടെ, കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റോസാപ്പൂ. ഇവിടെ വീട്ടിലും കുറേ റോസാപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീക്കെൻഡ് വ്ളോഗ് കാണിച്ചിട്ടായിരുന്നില്ല, ഈ ആഴ്ച വീക്കെൻഡ് വ്ളോഗിൽ കാണിക്കട്ടെ. ഇവിടെയും നല്ല ഭംഗിയുള്ള റോസാപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് മാറ്റിക്കളയണം, നനവ് നമ്മളൊന്ന് മാറ്റിക്കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ടവലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയിലോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് അമർത്തി ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നനവൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പേപ്പർ ടവലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നനവൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു കോട്ടിങ് കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇനി കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് മൈദയും പിന്നെ മുട്ടയൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഇതിനകത്ത് ഒരു പൊടിക്ക് കൂടി നിൽക്കണം, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഇത് 250 ml 1/3 കപ്പാട്ടാ. കപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഇട്ടാൽ മതി. ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കട്ടെ. അത് നോക്കിക്കേ, അപ്പോൾ അതിൻ്റെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ കോട്ടിങ് പിടിച്ചിരിക്കണില്ലേ, ഇതേപോലെ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറേശ്ശെ ഒറ്റയടിക്ക് പൊടി മുഴുവനും ചേർക്കരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഏകദേശം ഒരു 3/4 കപ്പ് പൊടി ചേർത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമുക്ക് വറുത്തെടുക്കാം. അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇതേപോലെ മിക്സ് ചെയ്ത് വഴിക്കാൻ നമുക്ക് വറുത്തിട്ടെടുക്കുക. അപ്പോൾ മൈദപ്പൊടി ചേർക്കുമ്പോൾ ഒറ്റയടിക്കാണ്ട് ഫുള്ളായിട്ട് ചേർക്കരുത് കേട്ടോ. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൈമയ്ക്ക് കുറച്ചിങ്ങനെ ഒട്ടി പിടിക്കും, പക്ഷേ അത് കുഴപ്പമില്ല. അപ്പോൾ പൊടി ഇങ്ങനെ ഇടുമ്പോൾ കൈമ കുറച്ചിങ്ങനെ പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്താൽ മതി കൈമ. അപ്പോൾ ഈ വറുത്തെടുക്കാം. ഈ അങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തെ കോട്ടിങ് മാത്രമേ ശരിക്കാണ്ട് മുരിയുള്ളൂ കേട്ടോ. ഉള്ളിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല. ഞാൻ നോക്കിക്കേ, ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. ഓയിലിൽ നിന്ന് എന്ത് സാധനം എടുക്കാൻ പോണതിന് മുമ്പ് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് എടുക്കണം കേട്ടോ. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എടുക്കാൻ മതി. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സോസും കൂടിയിട്ട് റെഡിയാക്കാം. ഈ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഉപ്പുള്ള ബട്ടറോ ഉപ്പില്ലാത്ത ബട്ടർ ഏത് ടൈപ്പ് ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടുതൽ ചേർക്കരുത് കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഈ മൈദപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. എടുക്കുമ്പോഴായിരുന്നു തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കളറൊക്കെ മാറിയിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി പോകും. നമ്മുടെ ബട്ടർ കൊണ്ട് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മൈദപ്പൊടി ആയിരുന്നാലും നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. തിളപ്പിച്ച പാല, തിളപ്പിക്കാത്ത പാല, ഏത് ടൈപ്പ് പാലായിരുന്നാലും കുഴപ്പമില്ല. ഈ തീ നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവറുകൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. ഫ്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. ഗരം മസാല ഒന്നും ചേർക്കരുത് കേട്ടോ.
അപ്പോൾ നമ്മുടെ പാല് ഇതാ തിളച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചീസ് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിലേക്ക് ഇതാ ചീസിൻ്റെ ഷീറ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇതേപോലത്തെ ചീസ് നമുക്ക് കിട്ടില്ലേ, ഈ ചീസ് ചേർക്കാം. ഇത് നമ്മൾ പിzzയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കണ ചീസല്ല കേട്ടോ, നമുക്ക് ചെഡർ ചീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, അങ്ങനത്തെ ചീസ്. ഇതിങ്ങനെ ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരില്ല. ഈ ചീസ് ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇതിങ്ങനെ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് മറ്റേ നമ്മൾ പിzzയിലിടുന്ന ആ ചീസിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരില്ല. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചീസും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കൊണ്ട് മെൽറ്റാക്കിയിട്ടിടുക. തീ ഒരുപാട് അങ്ങനെ കൂട്ടി വയ്ക്കരുത് കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ. എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. ബട്ടർ ഇടുമ്പോഴായിരുന്നാലും പാല് ചേർക്കുമ്പോഴായിരുന്നാലും മൈദപ്പൊടി ചേർക്കുമ്പോഴായിരുന്നാലും. ഈ ചീസ് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയും ഇതാ അതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള നമ്മുടെ നല്ല ചീസി സോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചീസ് എടുക്കുമ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ ചേർക്കണ ചീസല്ല കേട്ടോ, നിങ്ങൾ ചെഡർ ചീസ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് ചെന്നിട്ട് ചോദിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇത് വൈറ്റും ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട്. ഏത് കളറായിരുന്നാലും കുഴപ്പമില്ല. അതാ നമ്മുടെ ഈ ചീസിൽ അങ്ങോട്ട് മുക്കിയിട്ടാണ്ട് കഴിക്കുക. നല്ല സൂപ്പർ. ഈ ചീസ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നാലും നല്ല അടിപൊളി ടേസ്റ്റ്. ഉരുളക്കിഴങ്ങ് വറുത്തെടുത്തത് പൊട്ടറ്റോ ഫ്രൈയും പിന്നെ ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്. ഈ സോസിലങ്ങനെ ഇത് മുക്കിയിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.